പറഞ്ഞ ബിഷപ്പ് പറഞ്ഞ അതല്ലേ ഞാൻ ചോദിച്ചേ. വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവെന്ന് വിളിക്കാൻ കാരണം എന്നാ? സാന്നിധ്യം എന്തോ പറഞ്ഞേ? എന്താണ് പറഞ്ഞേ? വാഗ്ദത്തം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ എന്നോട് കേട്ട, അങ്ങനെയാണോ? യെസ്. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് മടങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായിട്ട്, ആ പ്രോമിസിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. അപ്പൊ നോക്കിക്കേ, ഇത് പ്രോമിസ് ചെയ്തതാണ് നമുക്ക് തരാമെന്ന്, അല്ലെ? വാഗ്ദത്തം ചെയ്തു, അങ്ങനെയല്ല അവിടെ എഴുതിയിരിക്കുന്നത്. പിതാവിന്റെ വാഗ്ദത്തം, പിതാവായ ദൈവത്തിന്റെ വാഗ്ദത്തമായിരുന്നു പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കാമെന്നുള്ളത്, നിങ്ങളുടെ ഇടയിൽ അയക്കാമെന്നുള്ളത്. അപ്പൊ ആ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ എന്ത് ചെയ്തിരിക്കുക? മുദ്രയിട്ടിരിക്കുക. അപ്പൊ ശ്രദ്ധിച്ചേ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്ന് പറയുന്നതിന്റെ ഒരു കാരണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് പ്രാപിക്കുമ്പോൾ നമ്മൾ ഓർത്തോണം, നമ്മെ എന്ത് ചെയ്യുക? മുദ്രയിടുക. അതെന്തോ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്? സീൽ ചെയ്തിരിക്കുക. നമ്മെ സീൽ ചെയ്തിരിക്കുക. അപ്പൊ തിരിച്ചറിയാം, സീൽ. നമുക്കറിയാം, ഈ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പ്രായമുള്ളവർക്കറിയാം, അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് പശുവിനെയും കാളയൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ട് കണ്ടിട്ടുണ്ടോ? ഇപ്പോഴുണ്ട്. എനിക്കത് റാന്നി ഭാഗത്ത് കൂടുതലായിട്ട് കടം, ആ ഏരിയ അടുത്തൊക്കെ ആയതുകൊണ്ട് കുമളി വഴി വരുന്ന ഈ പശുവിനെ നോക്കിയാൽ, അല്ലെ ഈ കൊണ്ടിരുന്ന കാളയും പശുവിനെ നോക്കിയാല് അതിന്റെ പുറകു സൈഡിലായിട്ട് ഒരു സീലോ ഒരു നമ്പറോ എന്ത് ചെയ്തേക്കും കാണും. ഇതെന്താ ഇട്ടേക്കുന്നത്? ഇത് ഇന്ന ആളിന്റെ ആണെന്ന് തിരിച്ചറിയാൻ വേണ്ടി. ഇതെല്ലാം പല കൂട്ടങ്ങളായിട്ട് ചിലപ്പോ 10, 200, 300 എണ്ണം കാണും. ഇതിനെ ഇങ്ങനെ നടത്തിക്കൊണ്ട് ഇങ്ങനെ വരികയാണ്. പക്ഷേ ഇതിൽ ഓരോന്നിന്റെയും പുറത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? സീല് ചെയ്തിട്ടുണ്ട്. എന്തിനാന്ന് ചോദിച്ച് തിരിച്ചറിയാനായിട്ട്. അപ്പൊ ശ്രദ്ധിച്ചേ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ സീല് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ മുദ്ര, സീല് നമ്മുടെ മേൽ ഇല്ല എങ്കിൽ നമ്മൾ ഒരു കാര്യം ഓർത്തോണം, കാഹളം ധ്വനിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യത്തില്ല? കേൾക്കത്തില്ല. കാരണം ഇത് കണക്റ്റഡാ. മനസ്സിലായോ? ഈ സീലുള്ളവർ, കാരണം ഈ നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയല്ല ഇത് ചെയ്തേക്കുന്നത്. അങ്ങനെയല്ല നമ്മൾ വായിച്ചത്. അപ്പൊ നോക്കിയേ, ഇത് ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല? നമ്മൾ ഉയർത്തെഴുന്നേൽക്കത്തില്ല. എങ്ങനെ? കാഹളം ധ്വനിക്കുമ്പോൾ. നമ്മളിവിടെ ഇന്ന് എനിക്കൊന്ന് ഇവിടെ പ്രിൻസിപ്പൾ ആ വാക്യം വായിച്ചെന്ന് തോന്നുന്നു, തെസ്സലോനിക്ക ലേഖനത്തിൽ. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും പിന്നെ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന മുദ്രയിടപ്പെട്ട നാം എന്ത് ചെയ്യും? ആകാശമേഘങ്ങളിൽ അവനെ എതിരേൽപ്പാൻ അവരോടുകൂടെ എടുക്കപ്പെടുവാനിടയായിത്തീരും. സ്തോത്രം. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയം, ഈ ഭാഗത്തേക്ക് വരുന്നതിന് മുൻപ് നമ്മൾ എഫേസ്യ ലേഖനത്തിൽ നമ്മളൊരു വാക്യം വായിച്ചായിരുന്നു. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ വാക്യം പറഞ്ഞു. 5-ാം അധ്യായം അതിന്റെ ഏതാണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നു. 4:30
നമ്മൾ വായിച്ച് ഞാൻ പറയാൻ വന്ന വാക്യം 5-ാം അധ്യായം അതിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്കാർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇനി അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്ത പറഞ്ഞേക്കുന്നത് വ്യർത്ഥ, അതാണ് എനിക്ക് പറയാനുള്ളത്. വ്യർത്ഥ, മക്കളെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇത് വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ എന്ത് ചെയ്യരുത്, ചതിക്കരുത്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ആരും എന്ത് ചെയ്യരുത്, ചതിക്കരുത്. ഏത് നിമിത്തം? വ്യർത്ഥ വാക്കുകൾ കേട്ട് നമ്മൾ ഈ മുകളിൽ പറഞ്ഞ ഏതിലേക്കുമെങ്കിലും ചാഞ്ഞു പോയാൽ ദൈവ കോപം നിങ്ങളുടെ മേൽ എന്ത് ചെയ്യും, വരുവാനിടയായിത്തീരും. എന്താ ഈ വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത് എന്ന് പറയാനുള്ള കാരണം എന്താ പറയുക? ഇവിടെ കുറെ ലിസ്റ്റ് പറഞ്ഞു അല്ലേ, കുറെ ലിസ്റ്റുകൾ പറഞ്ഞു. എന്താ പറയുക, നിങ്ങൾ ഇംഗ്ലീഷ് വായിച്ചു നോക്കിയാൽ മതി. അതിന് മുകൾ ഭാഗത്തെ വാക്യത്തിൽ പറഞ്ഞു ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്കാണ്. അപ്പൊ കുറെ ലിസ്റ്റ് പറഞ്ഞു. ഇനി വേറെ ലിസ്റ്റ് പുറകിലുണ്ട്, ഞാൻ വേറെ പറഞ്ഞോളാം. അപ്പൊ ഈ ലിസ്റ്റ് പറഞ്ഞിട്ട് പറയുകയാണ്, ഇവർക്കാർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ ഇവർക്ക് എന്തില്ല, അവകാശമില്ല. എന്നിട്ട് അടുത്ത പറയുക, വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ എന്ത് ചെയ്യരുത്, ചതിക്കരുത്. അപ്പൊ നോക്കണം, ഇത് ആരോടാ പറയുന്നത്? എഫെസോസിലെ സഭയോട് പറയുക, വിശ്വാസികളോട് പറയുക. ഇങ്ങനെയുള്ള പുള്ളികളൊന്നും എവിടെ പോകത്തില്ല, ദൈവരാജ്യത്തിൽ കടക്കത്തില്ല, അവർക്ക് അവിടെ അവകാശമില്ല. എന്നിട്ട് പറയുക, വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത് എന്ന് പറഞ്ഞാൽ ഇതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇതിനെ ലഘുവായിട്ട് കണ്ട് സാരമില്ല. ചില പറയത്തില്ല, അവരിതെല്ലാം ചെയ്യുന്നില്ലേ, എന്നിട്ട് അവർ പ്രസംഗിക്കുന്നില്ലേ, എന്നിട്ടും അവർക്ക് ധനം കിട്ടുന്നില്ലേ, എന്നിട്ടും അവർ സമ്പന്നരാകുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ എന്ത് ചെയ്യരുത്, ചതിക്കരുത് എന്ന് പറഞ്ഞാൽ ഈ മേളത്തെ ലിസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടും കണ്ട് അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവർ നിങ്ങളുടെ ചർച്ചയിൽ വരുന്നതല്ലേ, അവർക്ക് താണ്ട് സമ്പത്ത് ഇഷ്ടം പോലെ കിട്ടുന്നില്ലേ, അവർ അനുഗ്രഹിക്കപ്പെടുന്നില്ലേ, അവരും ഭയങ്കര ശുശ്രൂഷ ചെയ്യുന്നില്ലേ എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ എന്ത് ചെയ്യരുത്, ചതിക്കാൻ. പറഞ്ഞ മനസ്സിലാവില്ല. ഇങ്ങനെ പറയുന്ന കുറെ ആളുകളുണ്ട്. ഇതെന്തിനാ പറയുന്നതെന്ന് അറിയാമോ? ഇവർക്കും അതെന്ത് ചെയ്യണം, ചെയ്യണം, കിട്ടണം. നമുക്കറിയാം, നമ്മൾ ഈ മുടിയനായ പുത്രന്റെ, ഞാൻ എപ്പോഴും അത് പറയുന്നതായിട്ട് വീട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനി ആ കഥ വേണ്ട. അപ്പൊ എനിക്ക് ഓരോ വിഷയം വരുമ്പോൾ ഇതുമായിട്ട് ബന്ധിപ്പിക്കാവുന്ന ഒത്തിരി 100 കണക്കിന് എൻ്റെ മനസ്സിൽ ഇരിപ്പുണ്ട്, അതുമായിട്ട് ബന്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ. ഈ മുടിയനായ പുത്രന്റെ കഥ പഠിക്കുന്ന സമയത്ത്, കഥയല്ല, ആ യേശു പറഞ്ഞു പോകുമ്പോൾ നമ്മൾ പഠിക്കുമ്പോഴേ, പ്രൊഡിഗൽ സൺ, അതിനകത്ത് ഒരു നമ്മളെല്ലാം ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ആരെയാ? അപ്പനും ഏത് മോൻ? ഇളയ മോൻ, ഇളയപുത്രൻ. പക്ഷേ വലുതായിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടാത്ത ഒരു വ്യക്തി അതിനകത്തുണ്ട്, മൂത്തപുത്രൻ. ഈ മൂത്തപുത്രനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോഴേ, ഈ മൂത്തപുത്രൻ എവിടെ ആയിരുന്നു? വയലിലായിരുന്നു. വയലിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇവിടെ ഭയങ്കര ചെണ്ടമേളവും ഭയങ്കര ആഘോഷവും ഒക്കെ നടക്കുന്നു. ഉടനെ ഈ മൂത്ത മോൻ
ഇതെന്താണെന്നറിയാൻ നേരെ പെരക്കകത്തോട്ട് കയറിയില്ല. കയറിയോ? വീട്ടിലോട്ട് കയറിയില്ല. വെളിയിൽ വന്നിട്ട് ഒരു വേലക്കാരനെ വിളിച്ചു, ഇവിടെ എന്നാ നടക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം വേലക്കാരൻ പറഞ്ഞു, നിന്റെ സഹോദരൻ അല്ലെങ്കിൽ ഇളയ പുത്രൻ കാണാതെ പോയിരുന്നു, അവരെ എന്ത് ചെയ്തു? കണ്ടു കിട്ടി. അതിന്റെ സന്തോഷമാണ് അപ്പൻ ഇപ്പം ഇവിടെ നടത്തുന്നത്. നിങ്ങൾ ആരെങ്കിലും എടുത്തൊന്ന് വായിച്ച് ആ ഭാഗം എടുത്ത് വെച്ചോണം. ലൂക്കോസിന്റെ സുവിശേഷം എടുത്തു വാങ്ങി ആ ഭാഗം ഒന്ന് വായിച്ചേ. അതിന്റെ 25 മുതലുള്ള നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തോടെ കിട്ടിയത് കൊണ്ട് പഠിപ്പിച്ച കാളക്കുട്ടിയെ അറുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കോപിച്ചു, അകത്ത് കടക്കാൻ മനസ്സിലാതെ നിന്നു. അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ അവനോട് ഇവന് വെളി വന്ന് നിന്നിട്ട് ബാല്യക്കാരനെ വിളിച്ചേച്ച് പറഞ്ഞു, ചോദിച്ചു, ഇവിടെ എന്നാ ഈ സംഭവം നടക്കുന്നത്? ഇതുവരെ ഞാൻ അങ്ങോട്ട് വന്നു, ഇവിടെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ, എന്താ ഇവിടെ സംഭവിക്കുന്നത്? അന്നേരം ബാല്യക്കാരൻ പറഞ്ഞു, നിന്റെ സഹോദരൻ അല്ലെങ്കിൽ ആ ഇളയ പുത്രനെ അപ്പന് മറ്റു കുഴപ്പമൊന്നും ഇല്ലാതെ തിരിച്ച് വന്നതിന്റെ ആ സന്തോഷമായി ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞു. അടുത്ത നമ്മൾ വായിച്ചത് അല്ലല്ല, അവൻ കോപിച്ചു. അകത്തോട്ട് കയറാൻ മനസ്സില്ലാതെ പുറത്ത് തന്നെ നിന്നു. പുറത്ത് നിന്നപ്പം അപ്പൻ എന്നാ ചെയ്തത്? ഇംഗ്ലീഷിൽ ഉണ്ടോ? അതെ, അടുത്തോ നോക്കിക്കേ. ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞാൽ പ്ലീഡ് എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്തു അല്ലേ? അപേക്ഷിച്ചു. മോനെ നീ അകത്തോട്ട് വാ. ആ എന്തുവാ സംസാരത്തിന്റെ രീതി? താണ് ഒരു മകന്റെ മുൻപിൽ അല്ലേ കെഞ്ചി പറയുക, മോനും അകത്തോട്ട് നോക്കിക്കേ. ഈ അപ്പൻ ഇവർ രണ്ടുപേരും എങ്ങനെയാ? ഒരുപോലെ. ഇവൻ വീട്ടിനകത്ത് നിന്ന വ്യക്തിയാണെങ്കിൽ അപ്പന്റെ കൂടെ നിന്ന് വയലിലെ കാര്യങ്ങളൊക്കെ നോക്കിയതാണെങ്കിലും ഇവൻ എന്റെ കൂടെ ഉണ്ടാ, നീ എന്താ വെളിയിൽ നിൽക്കുന്നത്? നീ കയറി വാ, നിന്റെ മോനെ നിന്റെ അനിയനെ കിട്ടിയില്ല എന്നൊന്നും പറഞ്ഞില്ല. മോനെ നീ കയറി വാ. ഈ അപ്പൻ വന്ന് ഇവരെയും എന്ത് ചെയ്യുക? ക്ഷണിക്കുക. കാണാതെ പോയ മോനെയും കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അവന് നല്ല വസ്ത്രം, അതൊക്കെ നമ്മൾ പഠിച്ചാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല, പിടിച്ചകത്ത് കൊണ്ടുപോയതുപോലെ ഈ മകനെയും എന്ത് ചെയ്യുക? അകത്തോട്ട് വാ എന്ന് പറഞ്ഞ് അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു. അടുത്ത വാക്യത്തെ ശ്രദ്ധിച്ചോണം. ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, എന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ എന്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്കൊരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. യേശുമാനോട് കൂടി നിന്റെ മതി മതി നോക്കിക്കേ. ഇവന്റെ മനസ്സിനിപ്പോ നോക്കിക്കേ. ഇവൻ പറയുക, ഇത്രയും നാൾ ഞാൻ നിന്നെ എന്ത് ചെയ്യുമായിരുന്നു? സേവിച്ച് നിന്റെ കൽപ്പനയെല്ലാം അനുസരിച്ച് ഞാൻ നിന്നു. പക്ഷേ എന്റെ ചങ്ങാതികളുമായിട്ട് ആനന്ദിക്കേണ്ട നീ ഒരിക്കൽ പോലും ഒരു ആട്ടിൻകുട്ടിയെ പോലും എനിക്ക് തന്നിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ, യവൻ അപ്പന്റെ കൂടെ ഈ കൽപ്പനയൊക്കെ അനുസരിച്ച് നിൽക്കുവാണെങ്കിൽ അവന്റെ ഉള്ളിലിരിപ്പ് എന്തായിരുന്നു? ഒരിക്കൽ ഇവന്റെ ആഗ്രഹം ഈ ആരെങ്കിലും കാണുമോ, അപ്പൻ കാണുമോ, അപ്പൻ അറിയുമോ എന്നുള്ള പേടിയുള്ളത് കൊണ്ട് ഇവൻ എന്ത് ചെയ്തതാ? ഒതുങ്ങി നിന്നതാ. അപ്പൻ ഒന്ന് കണ്ണടച്ചിരുന്ന ഇവൻ എന്ത് ചെയ്തേനെ? യവൻ ആനിയനെ കാട്ടി മിടുക്കനായനെ. ഏത് വിഷയത്തിന്? ഈ അടിച്ചു പൊളിക്കുന്നതിന്. നോക്കിക്കേ, നിങ്ങൾ നമ്മുടെ ഇടയിൽ ചില പുള്ളികൾ ഇത് തന്നെ, ഈ അവസരം കിട്ടാത്തത് കൊണ്ടും
ഇതിനകത്തായി പോയത് കൊണ്ട് എന്ത് ചെയ്യുക? ഒതുക്കി അങ്ങ് നിൽക്കുക. ആരും കാണാത്ത ഒരിടത്ത് ഇവരെ കൊണ്ടുവിട്ട ഈ അനിയനെ കാട്ടി ഇവൻ ആരായിരിക്കും? ഇവര് ഈ പുള്ളികള് വേന്ദ്രന്മാർ. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? നിങ്ങൾ വായിച്ചു നോക്ക്. അവൻ പറയാ, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ലംഘിച്ചിട്ടില്ല. അപ്പൊ ഇവന്റെ ആഗ്രഹം ഞാൻ ലംഘിക്കാതെ ഇങ്ങനെ നിൽക്കുക, എന്നെങ്കിലും അപ്പൻ എന്നെ എന്ത് ചെയ്യും? ഒന്ന് അടിച്ചു പൊളിക്കാൻ വീടും. പക്ഷെ ഇന്നു വരെ എന്ത് ചെയ്തിട്ടില്ല, അപ്പ സമ്മതിച്ചില്ല. ഇവൻ ഇങ്ങനെ നോക്കിക്കേ, ഇവൻ ഇഷ്ടപ്പെട്ടോ ഈ അനിയൻ വന്നത്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ല. നോക്കിക്കേ, ഇവ പറയുന്നത് എന്താ? അടുത്ത വാക്യം വായിച്ചാൽ അറിയാം. അടുത്ത വാക്യം എന്താ പറഞ്ഞേക്കുന്നത്? യേശുമാനോടുകൂടെ നിന്റെ മുതൽ തിന്നു കളഞ്ഞ ഈ നിന്റെ മകൻ വന്നപ്പോഴേക്കും ധരിപ്പിച്ച കാലക്കുട്ടി അവന് വേണ്ടി അറുക്കുമല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് അവൻ അവനോട്, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളതെല്ലാം നിന്റേതാകും. ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയതും കണ്ടുകെട്ടിയിരിക്കുന്നു, ആകയാൽ ആനന്ദം സന്തോഷിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞു. കണ്ടോ? ഈ അപ്പൻ പറയുന്നത് എന്നാ? നീ എന്റെ കൂടെ നിൽക്കുന്നിടത്തോളം കാര്യം ഇതെല്ലാം ആർക്കുള്ളോ? നിനക്കുള്ളതാ. പക്ഷെ ഈ ഒരു ചിന്ത ആർക്കില്ല. ഈ യവന്റെ ആഗ്രഹം മൊത്തം എപ്പോഴും എന്ത് ചെയ്യണമെന്നാ? എങ്ങനെങ്കിലും ഒരു ആട്ടിൻകുട്ടിയെ തരപ്പെടുത്തുക, അപ്പൻ കാണാതെ അല്ലെങ്കിൽ അപ്പൻ അറിയാതെ വെളിയിൽ പോവുക, അടിച്ചു പൊളിക്കുക, ചങ്ങാതിമാരുമായിട്ട് ഒരു പാർട്ടി നടത്തുക, വസ്തു നാനാവിധമാക്കി കളഞ്ഞു, എല്ലാം ചെലവഴിച്ച ശേഷം കണ്ടോ? അപ്പൊ ഇവന് എന്താ ചെയ്തത്? കിട്ടിയതെല്ലാം കൊണ്ട് ദുർനടപ്പിനാ പോയത്. കൂട്ടുകാരും കൂടി എന്ത് ചെയ്തു? ദുർനടപ്പിന് പോയി. മനസ്സിലായോ? ഇവിടെ ഈ ചേട്ടന് ഈ അകത്തിരിക്കുവാണെങ്കിൽ ഇവൻ അവസരമൊന്നും കിട്ടാത്തതുകൊണ്ട് ഇവൻ കൽപ്പനയൊക്കെ പ്രമാണിക്കുന്നതിന് പ്രാർത്ഥന ഭക്തനായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക? പാട്ടുമൊക്കെ പാടി കൈയൊക്കെ അടിച്ച് അന്യഭാഷയൊക്കെ പറഞ്ഞ് ഇവൻ എവിടെ ഇരിക്കുക? അപ്പന്റെ കൂടി ഇങ്ങനെ നിൽക്കുക. പക്ഷെ ഇത് ഇരിക്കുമ്പോഴും ഇവന്റെ ആഗ്രഹമുണ്ട് അനിയൻ പോയതുപോലെ ചങ്ങാതികളുമായിട്ടൊന്ന് കറങ്ങി അടിച്ചാൽ. മനസ്സിലായോ ചോദിച്ചാല്? ഈ ചങ്ങാതികളുമായിട്ടൊന്ന് കറങ്ങി അടിച്ചാല് കൊള്ളാമെന്നൊരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ട്. മനസ്സിലായോ? പക്ഷെ ഇവര് പേടിയാ. കാരണം വെളിയിൽ പോയി കഴിഞ്ഞാൽ അപ്പൻ എന്നാ പറഞ്ഞ, നീ എന്റെ കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇതല്ല നിനക്കുള്ളതാ, പോയാൽ ഇതെല്ലാം എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലും പോണം, ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം. ഇങ്ങനെയുള്ള വിശ്വാസികളാണ് നല്ലൊരു ശതമാനം. അതിനെ ഈ സ്നാനപ്പെടുന്നത്. കാരണം ആരോ പറഞ്ഞു സ്നാനപ്പെട്ടാലേ എവിടെ പോകത്തുള്ളൂ? സ്വർഗത്തിൽ പോകത്തുള്ളൂ. കാരണം ബൈബിളൊക്കെ വായിച്ചു നോക്കിയപ്പോൾ കണ്ടു 70 ഏറെ 80 അതിന്റെ പ്രതാപം എന്ന് പറയുന്ന കഷ്ടതയും പ്രയാസവും അത്രേ, അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നൊക്കെയാ മോശ എഴുതി വെച്ചേക്കുന്നത്. ഇതൊക്കെ വായിച്ചാൽ പുള്ളിക്ക് മനസ്സിലായി 80 വയസ്സെന്ന് പറയുന്നത് പെട്ടെന്ന് എന്ത് ചെയ്യും? തീരും. 80 കഴിഞ്ഞിട്ടും നമ്മൾ ജീവനോട്ടിരിക്കുന്നു ഇല്ലേ? പലരും ഇരിക്കുന്നു. അപ്പൊക്കെ 83 കൂടുന്നത് ഇപ്പൊ നോട്ടൗട്ടായിട്ട്. അപ്പൊ നോക്കിയേ, ഇപ്പൊ ഈ 85 അല്ലെ 90 എന്നൊക്കെ പറയുന്നത് വേഗത്തിൽ എന്ത് ചെയ്യും? തീർന്നു പോകും. മോശ പറയുക അത് വേഗം തീരുകയും ഞങ്ങൾ എന്ത് ചെയ്യും? പറന്നു പോകും. അപ്പൊ നമുക്കറിയാം ഈ കൽപ്പന അനുസരിച്ചില്ലെങ്കിൽ ഈ പറക്കൽ എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ലെന്നറിയാം. പക്ഷെ ഇവിടുത്തെ സ്നേഹവും നമുക്ക് എന്ത് ചെയ്യണം? ആസ്വദിക്കണം. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പിടിച്ചിരിക്കുക. അവസരം കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വിളിച്ചാടും. മനസ്സിലായോ? നോക്കിയേ, അതാണ് ഈ മൂത്ത മോനെ കുറിച്ച് ഇവിടെ കാണിക്കുന്നത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എഫേസ്യ ലേഖനം നമ്മൾ പഠിക്കുമ്പോഴേ അവിടെ നമ്മൾ വായിക്കുന്ന വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ ഈ ചേട്ടൻ അല്ലെങ്കിൽ മൂത്ത മോന്റെ കൂട്ടി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ വന്നിട്ട് പറഞ്ഞു, എടാ അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല, ഞങ്ങളുടെ ഇറച്ചിയോട്ട് നീ വാ, ഞങ്ങളുടെ ഇറച്ചി വന്നാൽ നിനക്ക് എങ്ങനെ വേണേലും എന്ത് ചെയ്യാം, നിനക്ക് ഡാൻസ് ചെയ്യണോ? ഡാൻസ് ചെയ്യാം.
നിങ്ങൾക്ക് ലിവിംഗ് ക്വാർട്ടറിന് പോകണോ? ഓ അതും ആകാം. ഞങ്ങളുടെ ചർച്ചിൽ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല. നിനക്ക് ആരാധനയ്ക്ക് വരാം. ഇവിടുത്തെ എല്ലാ കൂട്ടായ്മയ്ക്കും അല്ലെങ്കിൽ എല്ലാ എന്തുവാ ആക്ടിവിറ്റീസിലും നിനക്ക് എന്ത് ചെയ്യാം, കൂടാ. ഈ മേളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്ക് ചെയ്തെന്ന് പറഞ്ഞ് വലിയ കുഴപ്പമൊന്നും വരത്തില്ല. ഇവിടെ ആരും എന്ത് ചെയ്യത്തില്ല, നിങ്ങളെ ചോദിക്കത്തൊന്നുമില്ല എന്ന് പറഞ്ഞ് പ്രിയ കുഞ്ഞുങ്ങളെ, പ്രിയ സഹോദരങ്ങളെ, ആരും നിങ്ങളെ എന്ത് ചെയ്യരുത്, ചതിക്കരുത്. അതാ പൗലോസ് ഇവിടെ പറഞ്ഞത്. മനസ്സിലായോ? നമുക്കെല്ലാം ആഗ്രഹങ്ങളുണ്ട് ഇല്ലേ? എന്തെല്ലാം ആഗ്രഹങ്ങളാണ് നമുക്കുള്ളത്. പക്ഷേ ഈ ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് പോകുമ്പോൾ ഓർത്തോണം, നിത്യത നമുക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, അകന്നുകൊണ്ടിരിക്കുക. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, നാം കർത്താവിനോട് അടുക്കുമ്പോൾ, യഥാർത്ഥമായിട്ട് നമ്മൾ അടുക്കുമ്പോൾ ലോകത്തോട് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, അകന്നുകൊണ്ടിരിക്കുക. ലോകത്തോട് നമ്മൾ അടുക്കും തോറും ഓർത്തോണം, നാം ദൈവത്തിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുക, അകന്നുകൊണ്ടിരിക്കുക. മനസ്സിലായോ? പൗലോസ് അതാ പറഞ്ഞത്. ഇതിനൊന്നിനും ദൈവ സ്നേഹത്തിൽ നിന്ന് എന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വേർതിരിക്കാൻ കഴിയത്തില്ലെന്ന്. റോമാലേഖനത്തിൽ പൗലോസ് പറയും, കഷ്ടതയാകട്ടെ, പട്ടിണിയാകട്ടെ, ആപത്താകട്ടെ, വാള്, നഗ്നത, എന്തുമായിക്കൊള്ളട്ടെ, ഇതിനൊന്നിനും ദൈവ സ്നേഹത്തിൽ നിന്ന് എന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വേർതിരിക്കാൻ പറ്റത്തില്ല. പൗലോസ് അതാ പറഞ്ഞത്. റോമാലേഖനം നിങ്ങൾ വായിച്ചോ, ബാക്കി ഒന്ന് വായിച്ചിട്ട് പോവാം. റോമാലേഖനം 8-ാം അധ്യായം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നതാ കഷ്ടതയോ സങ്കടമോ ബുദ്ധിമോ പട്ടിണിയോ വായിച്ചോ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നതാ കഷ്ടതയോ സങ്കടമോ ബുദ്ധിമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ വിളിച്ചു, ആളുകളെ പോലെ ഞങ്ങളെ എഴുതുന്നു എന്ന് എഴുതിയിരിക്കുന്നു. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. കണ്ടോ, പൗലോസ് പറയുക, നമ്മെ ഇതിൽ നിന്ന് വേർതിരിക്കുവാൻ കഴിയത്തില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. കണ്ടോ, കുറെ ലിസ്റ്റുകൾ അവിടെ കൊടുത്തിരിക്കുക. അപ്പൊ നോക്കിക്കേ, അവസരം കിട്ടിയാലും ദൈവവചനമുള്ളിലുണ്ടെങ്കിൽ നമ്മൾ പറയത്തില്ല, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ ഞാൻ സംഗ്രഹിച്ചു. അപ്പൊ അവസരം ലഭിച്ചാലും വചനമുള്ളിലുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. പക്ഷേ ഇവൻ അപ്പന്റെ കൂടെ നിൽക്കുന്നെങ്കിൽ കൽപ്പനയൊക്കെ അനുസരിച്ചാണ് പോകുന്നതെന്നൊക്കെ പറയുമ്പോഴും ഇവന്റെ ഉള്ളിൽ എന്താ ഇരിക്കുന്നത്, എന്തെങ്കിലും ഒരവസരം കിട്ടിയാൽ എനിക്ക് ചങ്ങാതികളുമായിട്ട് എന്ത് ചെയ്യണം, ഒന്ന് സന്തോഷിക്കണം. പോകട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇവിടെ അപ്പോസ്തലൻ പൗലോസ് എഫെസോസിലുള്ള വിശ്വാസികളോട് പറയുകയാണ്, കുറെ ലിസ്റ്റ് പറഞ്ഞിട്ട് പറയുന്നു, ഇങ്ങനെയുള്ളവർക്ക് ആർക്കും ദൈവരാജ്യത്തിൽ കടക്കുവാനോ അവകാശമില്ല, കഴിയത്തില്ല. എന്നിട്ട് അടുത്ത പറയുകയാണ്, വ്യക്തവാക്കുകളാൽ ആരും നിങ്ങളെ എന്ത് ചെയ്യരുത്, ചതിക്കരുത്. എന്നിട്ട് പറയുന്നു, ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ. നോക്കിയേ, അപ്പൊ ഇത് കേട്ടിട്ട് മനസ്സിലാക്കിയിട്ടും അനുസരിക്കാത്ത ഒരു കൂട്ടമുണ്ട്. മനസ്സിലായോ? ഇത് കേട്ടിട്ടും ഇത് മനസ്സിലാക്കിയിട്ടും ഇത് അനുസരിക്കാത്ത ഒരു ഗ്രൂപ്പ്, അവരെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവകോപം ആരുടെ മേൽ വരുന്നു? അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അടുത്തത്, നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത്. കണ്ടോ, ശ്രദ്ധിച്ചേ, ഇങ്ങനെയുള്ളവരുടെ കൂടെ കമ്പനി അടിക്കാൻ പോലും എന്ത് ചെയ്യരുത്, പോകരുത്. പോയാൽ അവൻ നിങ്ങളെ എന്ത് ചെയ്യും, ചതിക്കും. കുഞ്ഞുങ്ങളെ, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ശ്രദ്ധിച്ചോണം. ഇങ്ങനെയുള്ളവരുടെ, എങ്ങനെയുള്ളവരുടെ,
അത് പറയണം, അത് മനസ്സിലാക്കണം. എങ്ങനെയുള്ളവരുടെ? അല്ലല്ല, ഇതൊന്നും കുഴപ്പമില്ല, സാരമില്ല. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ട് നിനക്ക് ഇതൊക്കെ ചെയ്യണം, ഞങ്ങളുടെ ചർച്ചിലോട്ട് പോയി. ഞങ്ങളുടെ ചർച്ചിൽ ഇതിനൊന്നും ഒരു പ്രശ്നവുമില്ല. പബ്ബിൽ പോണം, പോയിക്കോ. ഞാൻ പറഞ്ഞില്ലേ എന്ത് വേണേലും ഇങ്ങോട്ട് പോരെ. ഇങ്ങനെ പറഞ്ഞ് ചതിക്കുന്നവന്റെ കൂട്ടാളികൾ ആകരുത്. അങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. കാരണം അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു എന്ന് യേശുവിനെ അറിയുന്നതിന് മുമ്പ് നിങ്ങൾ ആരായിരുന്നു? ഇരുളായിരുന്നു. അടുത്തത്, ഇപ്പോഴോ നിങ്ങൾ കർത്താവിൽ വെളിച്ചമാകുന്നു. എന്ന് പറഞ്ഞാൽ കർത്താവ് നിങ്ങളുടെ മേൽ എന്ത് ചെയ്തു? വസിക്കുന്നു. കർത്താവ് നിങ്ങളുടെ മേൽ പ്രകാശിച്ചു. ഇല്ലേ? നോക്കിയാൽ നിങ്ങളിപ്പോ ആരായി? വെളിച്ചമായി. ശ്രദ്ധിച്ചേ, നിങ്ങൾ ഈ കർത്താവ് നമ്മുടെ മേൽ പ്രകാശിച്ചോ? നമ്മൾ വെളിച്ചമായോ? ഞാൻ നിങ്ങളോട് ചോദ്യം, നമ്മുടെ ഇരുട്ടത്ത് പോവാ, പലരും ആ വഴി എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മുടെ ഈ മാത്രം എന്തുണ്ട്? നമ്മൾ UK വന്നായതുകൊണ്ട് നമ്മുടെ എന്തുണ്ട്? ഒരു ടോർച്ച്. പണ്ട് കണ്ടിട്ടില്ലേ ഗൾഫിൽ നിന്ന് വരുന്നവരുടെ തല ഇങ്ങനെ ഓടിക്കുന്ന ഒരു ടോർച്ച്, ഇങ്ങനെ ഓടിച്ചിട്ട് ഇങ്ങനെ കുത്തി വെക്കുന്നു, കണ്ടിട്ടില്ലേ? അത് ഗൾഫുകാരുടെ ഉണ്ടായിരുന്നു. ചുമന്ന് കയറണം. അതിങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അല്ലേ ഭയങ്കര വെട്ടമാ. അത് ഈ ആൾക്കാരൊക്കെ ഗൾഫില് ആ വീട്ടിൽ നിന്ന് ആരും ഇല്ലാത്തവര് ആരെങ്കിലും പരിചയക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും വേണോന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് അതേലും ഒരു ടോർച്ച് കൊടുത്തുകൊണ്ടോന്ന് പറയുമായിരുന്നു. ഈ ഗൾഫിലുള്ളവരൊക്കെ അത് കൊണ്ട് കൊടുത്തിട്ടുള്ളവരായിരിക്കും അതൊക്കെ. അപ്പൊ ഇത് നമ്മുടെ UK നമ്മുടെ ഈ മാത്രം എന്തുണ്ട്? ടോർച്ചുണ്ട്. അപ്പൊ ഈ ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യും? പ്രകാശം കിട്ടും, ഇല്ലേ? നോക്കിയേ, ഇവിടെ പറയുന്നത് എന്താ? മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു. അടുത്ത നമ്മൾ എന്നാ വായിച്ചേ? ഇപ്പോഴോ നിങ്ങൾ കർത്താവിൽ വെളിച്ചമാകുന്നു. നമ്മള് പുതിയ നിയമ സുവിശേഷ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. വേറൊരു ഭാഗത്ത് കർത്താവ് പറഞ്ഞു നിങ്ങളാരാ? ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറഞ്ഞു, അല്ലേ? ഇവിടെ പറയുക നിങ്ങൾ മുമ്പേ ഇരുളായിരുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ അന്ധകാരത്തിൽ കിടന്നവരായിരുന്നു. ഞാൻ നമ്മൾ പഠിച്ച 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിലെ വാക്യത്തിലേക്ക് വരാൻ പോവാ. ഇവിടെ പറയുന്നു നിങ്ങൾ മുമ്പേ ഇരുളായിരുന്നു. അപ്പൊ എന്തല്ല? ഇരുളല്ല. കാരണം കർത്താവ് നിങ്ങളുടെ മേൽ എന്ത് ചെയ്തു? പ്രകാശിച്ചു. നിങ്ങൾ ആരായിട്ട് മാറി? വെളിച്ചമുള്ളവരായിട്ട് മാറി. ഞാൻ ചോദിക്കട്ടെ, ഈ കർത്താവ് നമ്മുടെ മേൽ പ്രകാശിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മാനസാന്തരപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു, നമ്മുടെ പഴയ സ്വഭാവം എല്ലാം എന്ത് ചെയ്തു? അപ്പൊ ഈ വെളിച്ചം കാണുമ്പോൾ ഈ ജീവികളെല്ലാം എന്ത് ചെയ്യും? ഇതിനടുത്തേക്ക് വരും. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഉള്ളിൽ ജീവൻ പ്രാപിച്ചു, വെളിച്ചം കിട്ടി, നമ്മുടെ മേൽ വെളിച്ചം വന്നു. ഈ വെളിച്ചം മറ്റുള്ളവർ കാണുന്നുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് പരിശോധിക്കണം. മനസ്സിലായോ? ഇവിടെ പൗലോസ് പറയുക, എഫെസോസിലെ വിശ്വാസികളോട് പറയുക, നിങ്ങൾ മുമ്പേ ഇരുളായിരുന്നു. നിങ്ങൾ ജാതികളുമായിട്ട് ഒരു വ്യത്യാസവും ഇല്ലായിരുന്നു. ഒരു വ്യത്യാസവും നിങ്ങൾക്ക് ഇല്ലാതിരുന്ന സമയത്ത് നിന്ന് നിങ്ങൾ എങ്ങോട്ട് വന്നു? കർത്താവിങ്കലേക്ക് വന്നു. കർത്താവ് നിങ്ങളുടെ മേൽ പ്രകാശിച്ചു. നിങ്ങൾ പ്രകാശമുള്ളവരായി. അടുത്ത വാക്യത്തിൽ അവിടെ ഇങ്ങനെയാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ മുമ്പേ ഇരുളായിരുന്നു, ഇപ്പോഴും കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായതെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. അപ്പൊ ഇനി നമുക്കൊരു ഡ്യൂട്ടി ഉണ്ട്. എന്താണെന്നറിയാമോ?
കർത്താവ് നമ്മുടെ മേൽ പ്രകാശിച്ചു, നമ്മൾ വിളിച്ചുള്ളവരൊക്കെ ആയി തീർന്നു. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താ അവിടെ പറഞ്ഞേക്കുന്നത്? കർത്താവിന് അല്ലല്ല, അതിന് മുമ്പ് എന്താ പറഞ്ഞേക്കുന്നത്? കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിക്കണം. കണ്ടോ? കർത്താവിന് ഇഷ്ടമുള്ള എന്താണെന്ന് നമ്മൾ ഇനി എന്ത് ചെയ്യണം? അതിന് ഇനി എന്താ ചെയ്യുന്നത്? വചനം വായിക്കണം. നമ്മൾ ചോദിക്കത്തില്ലേ, നമ്മൾ അത് ചെയ്താൽ കുഴപ്പമുണ്ടോ, നമ്മൾ ഇത് ചെയ്താൽ കുഴപ്പമുണ്ടോ? ഞാനൊരു സിമ്പിളായിട്ടൊരു കാര്യം നിങ്ങളോട് പറയാം. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ കർത്താവ് ഇത് കണ്ടാൽ സന്തോഷിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ പബ്ബിൽ പോവാം, ഉദാഹരണം പറയാം കേട്ടോ, നമ്മളാരും പോകുന്നവർ. പബ്ബിലെ ഫുഡ് സൂപ്പർ. സാലിയാന്റി പറഞ്ഞാൽ നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നു. പബ്ബിലെ ഫുഡ് സൂപ്പർ. നമ്മൾ പറയുക അവിടെ പോയിരുന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഓർത്തോണം, കർത്താവ് നമ്മുടെ കൂടെ അവിടെ വരുമോ ഇല്ലയോ? വരുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു? കുറച്ച് പറയാം, പൊയ്ക്കോ, ധൈര്യമായിട്ട് എന്ത് ചെയ്തു? കഴിച്ചോ. അപ്പൊ നിങ്ങൾ പറയും നമ്മളൊരു ആഹാരം കഴിക്കാൻ അല്ലേ പോകുന്നതെന്ന്. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ക്രിസ്തു നിമിത്തം ആ രുചിയുള്ള ആഹാരത്തെ പൗലോസ് പറയുന്നത് ഞാൻ ക്രിസ്തു നിമിത്തം എന്ത് ചെയ്തു? ഛേദമെന്നെണ്ണി. ഈ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. മനസ്സിലായോ? ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞതിന് ഞാൻ ദൈവവചനത്തിൽ നിന്നൊരു മറുപടി ഞാൻ നിങ്ങളോട് പറയാം. പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. നമുക്ക് കൊരിന്ത്യ ലേഖനത്തിൽ തന്നെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, കുറെ ലിസ്റ്റുകൾ പറഞ്ഞിട്ട് പറയുന്നു, ഇങ്ങനെ നിങ്ങളുടെ സഹോദരൻ എന്ന പേർ കൊണ്ടവൻ ഈ വകുപ്പിൽ പെട്ടവനാണെങ്കിൽ നിങ്ങൾ അവനുമായിട്ട് എന്ത് ചെയ്യരുത്? സംസർഗമരുത് എന്ന് പറഞ്ഞാൽ എന്നാ? അവരുമായിട്ട് നിങ്ങളൊരു കൂട്ടായ്മയ്ക്ക് ഇനി എന്ത് ചെയ്യരുത്? പോകരുത്. എന്നിട്ട് അവിടെ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഈ പറയുന്നത് ലോകക്കാരെ കുറിച്ചല്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ലോകം വിട്ട് എന്ത് ചെയ്യണം? അങ്ങനെ ഓരോ സ്ഥിതിയേക്കുന്നത്, നിങ്ങൾ ലോകം വിട്ട് എന്ത് ചെയ്യേണ്ടി വരും? പോയിട്ട് വന്നേ. ഞാൻ പറഞ്ഞത് ദൈവമക്കളെ, നമുക്ക് ഒഴിവാക്കാൻ പറ്റാവുന്ന പഴയ നിയമം നിങ്ങൾ പഠിച്ചാൽ ഇസ്രായേൽ ജനത്തോട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞ ഒരു ഭാഗം ആവർത്തന പുസ്തകത്തിൽ കിടപ്പുണ്ട്. എടുത്ത് വായിക്കണം. നിങ്ങൾക്കറിയാം, നിങ്ങൾ വെളിക്കിരിക്കാൻ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കക്കൂസി പോകാൻ പോകുമ്പോൾ എല്ലാവരുടെയും മുഖം ഇങ്ങനെ, ഇത് ബൈബിൾ എഴുതിയിരിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ കയ്യിൽ ഒരു പാരയും കൂടെ കരുതണം. ബാക്കി അറിയാവോ എന്തിനാന്ന്? നിന്റെ ദൈവമായ യഹോവ നിന്റെ പാളയത്തിനകത്ത് കടന്നു വരുമ്പോൾ അശുദ്ധി കാണാതിരിക്കേണ്ടതിന് നീ വെളിക്ക് പോകുമ്പോൾ പാരയും കയ്യിൽ കരുതിയിരിക്കണം. എന്ന് പറഞ്ഞാൽ അത് കുഴിച്ചു മൂടണമെന്ന്. വായിച്ചിട്ടുണ്ടോ ഈ ഭാഗം? അത്ര വിശുദ്ധിയാ പഴയ നിയമത്തിൽ പറയുന്നത്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ വിശുദ്ധിക്കൊന്നും ദൈവത്തിന് എന്ത് വന്നിട്ടില്ല? മാറ്റം വന്നിട്ടില്ല. പത്രോസ് അപ്പോസ്തലൻ 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് 17-ാം വാക്യത്തിലാണെന്ന് ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പേ. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. അടുത്തത്, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ.
അപ്പൊ ഞാൻ അതേത് വായന മുകളിലോ താഴെയോ ആ വാക്യം? ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ ഇല്ല ആ വാക്യം 16. ഇത് ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞ ഭാഗമാ എടുത്തിവിടെ പറഞ്ഞേക്കുന്ന പത്രോസ്. നോക്കിയേ, പഴയ നിയമത്തിൽ പാളയം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ പറഞ്ഞാൽ ഒന്നുകൂടെ വിശദീകരിക്കാം. ഇവരെ ഓരോ സ്ഥലങ്ങളിൽ കൂടെ യാത്ര ചെയ്ത് വരുമ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ഇവരെന്ത് ചെയ്യും? കൂടാരം അടിച്ച് താമസിക്കും. ആ കൂടാരം അടിച്ച് താമസിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് പാളയം. ആ പാളയം അടിച്ച് അവരവിടെ താമസിക്കും. അപ്പം ഇവർക്ക് രാവിലെ ഇന്നത്തെ കൂട്ട പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിലൊരു പാര കരുതിയിരിക്കണം. കാരണം ഞാൻ നിന്റെ പാളയത്തിൽ കടന്നു വരുമ്പോൾ നിങ്ങൾ എന്ത് കാണരുത്? അശുദ്ധി കാണരുത് എന്ന് പറഞ്ഞാൽ അകത്തും പുറത്തും എന്തുണ്ടാകണമായിരുന്നെന്ന് വിശുദ്ധി ഉണ്ടായിരിക്കണമായിരുന്നു. മനസ്സിലായോ? ഞാൻ പറഞ്ഞ ദൈവമക്കളെ, നമുക്ക് എന്ത് വേർപാടാ വന്നത്? നമുക്ക് ലോക മനുഷ്യരുമായിട്ട് എന്ത് വേർപാടാ വന്നത്? ക്രിസ്തു നിമിത്തം നമുക്ക് എന്താ നഷ്ടം വന്നത്? ഞാൻ ചോദിക്കട്ടെ, ക്രിസ്തുവിനെ കണ്ടതുകൊണ്ട് ഇവിടെ ലാഭമല്ലാതെ നഷ്ടം നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറ. ക്രിസ്തുവിനെ കണ്ടത് മുഖാന്തരമായിട്ട് നമുക്ക് ലാഭമല്ല വന്നിട്ടുള്ളൂ. നമുക്ക് ക്രിസ്തുവിനെ കണ്ടതുകൊണ്ട് നമ്മുടെ ശരീരത്തിലും മനസ്സിലും നമുക്ക് വിശുദ്ധി വന്നിട്ടുണ്ടോ? ഇന്ന് പുതിയ പഠിപ്പിക്കൽ ഇറങ്ങിയിട്ടുണ്ട്, ശരീരത്തിൽ അശുദ്ധിയൊക്കെ വന്നെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ലെന്ന്. വേണമെന്നുള്ളതിന് ഞാൻ 10 വാക്യം തരാം. 1 റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം വായിരെ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്തെന്നാൽ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായിട്ട് സമർപ്പിപ്പേ. കണ്ടോ, ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, ആരാധന എന്ന് പറയുന്നത് യാഗം കഴിക്കല. പൗലോസ് ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് എന്താ? അല്ല, അതിന്റെ മുകൾ ഭാഗത്ത് ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായിട്ട് സമർപ്പിപ്പേ. ഈ ലോകത്തിൽ അനുരൂപമാകാത്ത നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടത് നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. കണ്ടോ? നോക്കിയേ, ശരീരത്തിനും നമ്മുടെ ഉള്ളിലും വേർപാടുള്ളത്. ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവർ. വായിച്ചിട്ടുണ്ടോ? അപ്പൊ പരിച്ഛേദന എന്ന് പറഞ്ഞാൽ എന്നാ? ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന വേണം. അപ്പൊ ഹൃദയത്തിന് എന്ത് വേണം? പരിച്ഛേദന വേണം. നമ്മളിന്ന് ഉണർവ്, വിടുതല്, അനുഗ്രഹം ഇതൊക്കെയാണെന്ന് മുഴങ്ങി. ഞാനിവിടെ ഒരിക്കൽ പറഞ്ഞു, നമ്മൾ കർത്താവിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അടുത്താണോ അകത്താണോ? അടുത്താണോ അകത്താണോ? അടുത്ത ചോദിച്ചത് ഏതാ? നമ്മളിപ്പോ ഉണർവ് എന്തുവാന്നറിയാത്തവനാ ഉണർവ് കൊണ്ട് നടക്കുന്നു. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, എന്താ ഉണർവ്? ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ ചർച്ചിലൊക്കെ പിന്നെ പ്രസംഗം ശരിയായില്ലേ പറയും, ഇന്നൊരു ഉണർവ് പാസ്റ്റർക്ക്
പാട്ട് തെറ്റിയെങ്കിൽ പറയും ഇന്നത്തെ പാട്ടിനൊരു ഉണർവില്ല. നമ്മളപ്പോ കണക്ക് കൂട്ടി വെച്ചേക്കുന്നത് ഉണർവെന്ന് പറഞ്ഞാൽ എന്നാ എന്താ അതിന് ഉണർവ് ഇംഗ്ലീഷ് പറയുന്നത്? റിവൈവൽ. ഇത് റിവൈവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ചിരിക്കുന്ന ഒരു മാനദണ്ഡം എന്താണെന്നറിയാമോ? ഉറക്കെ എല്ലാവരും കൈയടിച്ച് എല്ലാവരും ഉറക്കെ അന്യഭാഷ പറഞ്ഞാൽ ഇന്ന് ഭയങ്കര ഉണർവായിരുന്നു. ഇങ്ങനെ വേണം ആരാവണം എന്നൊക്കെയാ നമ്മളെ കഴിച്ചുവിടും. ഭയങ്കര നല്ല പാട്ടൊക്കെ പാടി കീബോർഡൊക്കെ നല്ലപോലെ പ്ലേ ചെയ്യാൻ അറിയാവുന്നവരൊക്കെ വന്ന് അതൊക്കെ പ്ലേ ചെയ്ത് നല്ല ഈ ഇതൊക്കെ നമ്മുടെ സൗണ്ട് സിസ്റ്റം ഒക്കെ നല്ലപോലെ വെച്ച് നമ്മളിങ്ങനെ അടിച്ച് എല്ലാവരും ഡാൻസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പറയും ഇന്നെന്തായിരുന്നു, ഇന്ന് ഭയങ്കര ഉണർവായിരുന്നു നമ്മള് പറയും. അതിന്റെ അർത്ഥം നമുക്ക് ഉണർവ് എന്തുവാന്ന് ജസ്റ്റ് അറിയോ? അറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇന്ന് ഭയങ്കര ഉണർവായി. ഞാൻ ഈ പറയുന്നത് തെളിയിക്കാൻ, ഈ ഉണർവ് നടന്ന നമ്മുടെ ഈ UK ഒരു സ്ഥലമുണ്ട്, എവിടെ? വെയിൽസ്. ഉണർവ് എന്താണെന്ന് പറയാനായി പറഞ്ഞത്. നമ്മുടെ ഈ രാജ്യത്തായത് ഞാൻ പറയാം. ഈ ഉണർവ് വന്നപ്പോഴേ അവിടെ സംഭവിച്ചെന്താണെന്നറിയോ? കേട്ടിട്ടുണ്ടോ? പബ്ബെല്ലാം അടച്ചു, സിനിമാശാലകളെല്ലാം അടച്ചു, സൂപ്പർ മാർക്കറ്റുകളിൽ മദ്യം വിൽക്കുന്ന എല്ലായിടത്തും ഉണ്ടല്ലോ ഒരു ഭാഗം അത് മൊത്തം ക്ലോസ് ആയി. മനസ്സിലായോ? അതേ പറഞ്ഞേ. നോക്കിയേ, നിങ്ങളെന്ന് പറഞ്ഞ ഈ സിനിമാശാല അടങ്ങിയ കാരണം തന്നെ സിനിമാശാല അടയ്ക്കാൻ കാരണം അവിടോട്ട് പോകാൻ ആള് ഇല്ല. ആൾക്കാർക്ക് മനസ്സിലായി ഇവിടെ പോകുന്നത് പാപമാണ്, അവർക്ക് മനസ്സിലായി. പബ്ബെല്ലാം അടച്ചു. കാരണം എന്നാ? പബ്ബിൽ പോയി മനെ കുടിച്ച് വായിച്ചു നോക്കണം. ശരിയാണോ ഞാൻ പറയുന്നത്? ഇതുകൊണ്ടാണ് ഇവരെ പിടിച്ച് യൂത്ത് കോർഡിനേറ്റർ ആക്കിയത്. അന്നേരം ഇവരെ കാര്യങ്ങൾ ലൈവായിട്ട് നമുക്ക് അറിയാം. ഞാൻ പറഞ്ഞത് ശരിയാണല്ലോ? നോക്കിയേ, മദ്യം വിൽക്കുന്നവരെല്ലാം എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. കാരണം തന്നെ മേടിക്കാൻ ആളില്ല. മേടിക്കാൻ ആളില്ലാതായത് എന്താ? ഇത് തെറ്റാണെന്ന് നമുക്ക് എന്ത് ചെയ്തു? ബോധം വന്നു, ഉണർവ് വന്നു. അല്ലേ? എന്നുവെച്ചാൽ ഉണർത്തുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യത്തിൽ മയങ്ങി കിടക്കുന്നയാളെ അല്ല ഉറങ്ങി കിടക്കുന്നയാളിനെ ഉണർത്തുന്നതാണ് ഉണർവെന്ന് പറയുന്നത്. ഉണർത്തിയെടുക്കുന്നതാണ് ഉണർവെന്ന് പറയുന്നത്. അപ്പൊ ഈ പാപത്തിൽ കിടക്കുന്ന മദ്യപാനത്തിലും മറ്റ് ദുർനടപ്പിലും ഒക്കെ കിടന്നവരെ ഇത് തെറ്റാണെന്ന് അവർക്ക് ബോധ്യം വന്നിട്ട് അവരാദ്യം എന്ത് ചെയ്തു? എഴുന്നേറ്റു. നമ്മൾ നേരത്തെ പറഞ്ഞതിലേക്ക് ഒന്നുകൂടെ വരട്ടെ, ആ പ്രൊഡിഗൽ സണ്ണിലേക്ക് ഒന്നുകൂടെ വരട്ടെ. പ്രൊഡിഗൽ സണ്ണിന് ഉണർവുണ്ടായി. എപ്പോഴാ? പന്നിക്കൂട്ടി കിടന്ന് വാഴവര തിന്നാൻ നോക്കിയിട്ട് അത് കിട്ടാതെ വന്നപ്പോൾ അവന് മനസ്സിലായി എന്റെ അപ്പന്റെ ഭവനത്തിൽ എത്രയോ വേലക്കാർ ആഹാരം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ ഇവിടെ കിടന്ന് വിശപ്പ് കൊണ്ട് വല്ലാതെ കുഴങ്ങി ഇവിടെ കിടക്കുവാണല്ലോ എന്ന് വന്നിട്ട് അവൻ പറഞ്ഞു, ഞാൻ ഇവിടെ വന്ന് എഴുന്നേറ്റിട്ട് എൻ്റെ അപ്പന്റെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ എൻ്റെ അപ്പനോട് പറയും, അപ്പ ഞാൻ നിന്നോട് സ്വർഗത്തോട് പാപം ചെയ്തു, ഇനി നിന്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവന്റെ പാപത്തെ കുറിച്ച് അവന് ബോധം വന്നു, അവന്റെ തെറ്റിനെ കുറിച്ച് ബോധം വന്നിട്ട് അവൻ അവിടെ വന്ന് എന്ത് ചെയ്തു? എഴുന്നേറ്റ് അപ്പന്റെ വീട്ടിലേക്ക് പോയി. ഇതിനെയാ റിവൈവ് എന്ന് പറയും. മനസ്സിലായോ മക്കളെ? ഞാൻ പറഞ്ഞ മനസ്സിലായത് ഇതിനെയാണ്. ഇവൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കാതെ നമ്മൾ ഇന്നും പ്രൊഡിഗൽ സണ്ണിന്റെ കൂട്ടം കിടക്കും. എവിടെ കിടക്കുന്ന അവിടെ കിടന്നുകൊണ്ട് പറയുക, കല്യാഴ്ച കർത്താവിന്റെ നടത്തി എന്നിട്ട് സാക്ഷിയൊക്കെ പറഞ്ഞ എവിടോട്ടാണ് ഇരുന്നത്? പന്നിയുടെ ഇടയ്ക്കോട്ടാണ് ഇരുന്നത്. നമ്മൾ ഇന്നുവരെ എഴുന്നേറ്റ് എങ്ങോട്ട് പോയില്ല ചോദിച്ചാ? അപ്പന്റെ വീട്ടിലോട്ട് പോയിട്ടില്ല. നമ്മൾ സാക്ഷ്യം പറയും, പിന്നെ എവിടെ ഇരിക്കും? ഈ പന്നിക്കൂട്ടത്തിൽ ഇരിക്കും. ശരിയാണോ പ്രിൻസ്? അവിടെ ഇരിക്കും. പിറ്റേ ആഴ്ച സൺഡേ നമ്മൾ ചാടി എഴുന്നേക്കും. എന്തിനാ? സാക്ഷി പറയാൻ. കഴിഞ്ഞ ആഴ്ച കർത്താവ് എനിക്ക് നല്ലവനായിരുന്നു,
എനിക്ക് പനി വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. നിങ്ങളെല്ലാവരും കർത്താവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അപ്പോൾ സാവ് പറഞ്ഞു ഞങ്ങളെല്ലാം പ്രാർത്ഥിച്ചോളാം. പ്രാർത്ഥിച്ചു. എന്നിട്ട് പുള്ളി അങ്ങോട്ടായിരുന്നേ കുട്ടൂസേ, പുള്ളി അങ്ങോട്ടായിരുന്നേ സെയിം വാളവരം വല്ലതും കിട്ടുമെന്ന് നോക്കി പുള്ളി എന്ത് ചെയ്യുക? വെയിറ്റ് ചെയ്യുക. അവിടെ നിന്ന് എഴുന്നേറ്റ് അപ്പന്റെ വീട്ടിലോട്ട് പോയതിനെയാണ് എന്തെന്ന് പറയുന്നത്? റിവൈവ് എന്ന് പറയുന്നത്. ഇത് പോകാത്തിടത്തോളം കാലം നമ്മൾ അവിടെ തന്നെയാണ് കൈയടിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് വന്നിട്ടില്ല? ഉണർവ് വന്നിട്ടില്ല. നമ്മൾ ഈ ശബ്ദകോലാഹലമൊക്കെ ഈ പന്നി കിടന്ന് അലയ്ക്കുന്ന നമ്മൾ കേട്ടതേ ഉള്ളൂ. ഈ പന്നി കിടന്ന് ഭയങ്കരമായിട്ട് അലച്ചപ്പോഴാണ് നമ്മൾ പറഞ്ഞു ഇന്ന് ഭയങ്കര ഉണർവായിരുന്നു. കാരണം പുള്ളി എവിടെ കിടക്കുന്നത്? പന്നിക്കൂട്ടില്ല. അപ്പൊ അവിടെ കിടക്കുന്ന ശബ്ദം ഏതാ കേൾക്കുന്നത്? പന്നിയുടെ ശബ്ദം. ഇത് കേട്ടിട്ട് പുള്ളി പറയുക ഇന്ന് ഭയങ്കര ഉണർവായിരുന്നു. ഇന്നത്തെ മെസ്സേജ് എന്തുവായിരുന്നു അറിയാമോ? ഇങ്ങനെ വേണം പ്രസംഗിക്കാൻ. നമുക്ക് ഇതുവരെ എന്തു വന്നിട്ടില്ല. പറഞ്ഞ മനസ്സിലായി. എനിക്കറിയാം ഇച്ചിരി കൂട്ടി പറഞ്ഞതെന്ന് എനിക്കറിയാം, പക്ഷെ പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇതാ റിവൈവ്. ഏത്? അവൻ എഴുന്നേറ്റ് അപ്പന്റെ വീട്ടിലേക്ക് ചെന്നു. ഇത് രണ്ടും നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ അവിടെ ഇരുന്നോണ്ട് പറയുന്നതും നമ്മൾ വായിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്നത് അവൻ അവിടെ നിന്ന് അങ്ങനെ എഴുതിയിരിക്കുന്നത്. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റും അപ്പന്റെ ഭവനത്തിലേക്ക് പോയി. ഈ പോയ പോക്കിനെയാണ് റിവൈവ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായ മക്കളെ? നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാ റിവൈവ്. ഇന്ന് നമ്മൾ പറയുന്ന ഉണർവ്, ഞാനിത് രാവിലെ ഇവിടെ പറയുമായിരുന്നു, 21 days ഫാസ്റ്റിംഗ് വയ്ക്കും. ആദ്യത്തെ ദിവസം പറയും ഇന്ന് ഇവിടെ ഉണർവ് നടക്കാൻ പോകും. പുള്ളി പ്രസംഗിച്ചു, പുള്ളി എന്ത് ചെയ്തു? പോയി. പിറ്റേ ദിവസം അടുത്ത ആള് പുള്ളി പറഞ്ഞു ഇന്ന് ഇവിടെ എന്ത് നടക്കും. അപ്പൊ ഇന്നലെ എന്ത് നടന്നില്ല? നടന്നില്ല. 21ാമത്തെ ദിവസം വന്ന പുള്ളിയും പറഞ്ഞു ഇന്ന് ഇവിടെ എന്ത് നടക്കും? പുള്ളിയും പറഞ്ഞേച്ചു പോകും. 2 മാസം കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? 21 days വെച്ചു. അന്നും ഈ പഴയ പള്ളിയെ വിളിച്ചു. പുള്ളി വന്നിട്ട് പറഞ്ഞു ഇന്ന് ഇവിടെ എന്ത് നടക്കും? ഉണർവ് നടക്കും. എന്നിട്ട് പുള്ളി ഇങ്ങനെ മൈക്കുമായിട്ട് അങ്ങോട്ട് കൊടുന്നു ഇങ്ങോട്ട് കൊടുന്നു, ഇടയ്ക്ക് 2 അന്യഭാഷ പറയുന്നു. അപ്പോഴത്തേക്ക് ഈ പൊട്ടന്മാരെ വിശ്വാസമില്ല കൈയടിച്ച് ഭയങ്കര ശബ്ദം. അപ്പൊ പുള്ളി പറഞ്ഞു ഇന്ന് ഇവിടെ ഉണർവ് നടന്നിരിക്കുന്നു. അല്ല, ഒരു മിനിറ്റ് പറയുന്നത്, ഒരു മിനിറ്റ് സമയം തരാം. ഒരു മിനിറ്റ് ഇതൊന്ന് പറഞ്ഞ് മുഴുവിപ്പിച്ചോട്ടെ, ഇല്ല ഇതിന്റെ പോയ പോകും. എന്നിട്ട് നമ്മളെല്ലാം കൂടെ എന്ത് ചെയ്തു? അങ്ങനെ എന്ത് ചെയ്തു? ഭയങ്കരമായിട്ട് കൈയടിച്ചു. അപ്പം ഈ വന്ന പുള്ളിക്ക് ഉണർവെന്നോന്ന് അറിയത്തില്ല. പുള്ളി പറഞ്ഞു ഇന്ന് ഇവിടെ എന്ത് നടന്നു? ഉണർവ് നടന്നു. കൈയടിച്ച് നമുക്കും അറിയത്തില്ല എന്തുവാ ഉണർവെന്ന്. നമ്മളും പറഞ്ഞു ഇന്ന് ഇവിടെ എന്ത് നടന്നു? ഉണർവ് നടന്നു. ഇതാണോ ഉണർവ്? ഈ നമ്മളിൽ ഉണർവ് വരാത്തിടത്തോളം കാലം ശ്രദ്ധിച്ചോണം. ഇത് ദൈവമക്കളെ, ഇവിടെ വന്ന ആരൊക്കെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു, നിങ്ങളുടെ മേൽ ഭയങ്കര ആത്മശക്തി വരാൻ പോകുന്നു. ഇതെന്തിനാ ഞാൻ നിങ്ങളോട് പറയുന്നത് അറിയോ? എന്തിനാ പറയുന്നത്? ഈ നമ്മളിപ്പോ ഈ റോജ പറഞ്ഞില്ല, എവിടെയെങ്കിലും പോയി ചെന്നിരിക്കുമ്പോ ഇങ്ങനെ ഇട്ട് കൈയടിച്ചാലും ചുമ്മാ ഇരുന്ന് കൈയടിച്ച് കൊടുക്കരുത്. അപ്പൊ ഞാനിത് പറയുന്നത് ഇപ്പൊ ജസ്റ്റ് പറഞ്ഞില്ല, ഇതാ നമ്മൾ ചതിക്കപ്പെടുന്നത്. ഇതെല്ലാം പറയുമ്പോൾ നമ്മളിരുന്ന് എന്ത് ചെയ്യും? നമ്മൾ പറയുന്ന, നമ്മൾ വിചാരിക്കുന്നു ഇവര് അങ്ങ് ദൂത് പ്രാപിച്ച്, പൗലോസ് പറഞ്ഞത് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുക നിങ്ങൾക്ക്. എടാ, ഇതൊന്നും അല്ല ദൂത്. ഞാൻ പറഞ്ഞ അത് പറയണ്ടെന്നല്ല പറഞ്ഞേ, പറയുന്നതിനിടയ്ക്ക് എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു. പക്ഷേ ഒരു കാര്യം ഓർത്തോണം, നിങ്ങളുടെ ജീവിതത്തിൽ ഉണർവ് വരാത്തിടത്തോളം കാലം, അതായത് വ്യക്തിപരമായ നിങ്ങളുടെ ജീവിതത്തിൽ ഉണർവ് വരാത്തിടത്തോളം കാലം എത്ര ബ്ലസ് ഔത്താണ്ടൻ നടത്തിയാലും, ബ്ലസ് തിരുവല്ല നടത്തിയാലും, അതിലേക്ക് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത് ബ്ലസ് റാന്നി, ബ്ലസ് തിരുവല്ല,
പിന്തുക പ്ലസ് പൂരം ഇതൊക്കെ നടത്തിയാലും എൻ്റെ മേൽ എനിക്ക് ഉണർവ് വരാത്തിടത്തോളം കാലം ഈ അനുഗ്രഹമൊന്നും എൻ്റെ മേലോട്ട് എന്ത് ചെയ്യത്തില്ല, യേശത്തില്ല. കർത്താവ് തരുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ എപ്പോഴും ഇവിടെ പറയും, നിങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ കർത്താവ് നടത്തി തരും. നിങ്ങളെ പണക്കാരനാക്കാമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. ഉണ്ടോ? നിങ്ങൾ, ഞാൻ ചോദിക്കട്ടെ, കർത്താവ് നമ്മെ സമ്പന്നനാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ ഇവിടെ സമ്പന്നരായെങ്കിൽ കർത്താവ് വാക്ക് മാറ്റിയില്ലേ? നമ്മൾ ആരാധിക്കും. ഞാനിവിടെ പറഞ്ഞു, എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്, ഹിൽഡൈൻ അല്ല, നമ്മുടെ അതിനുശേഷം നമ്മൾ ആരാധന നടത്തിയ സ്കൂളിന്റെ പേരെന്തോ, കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ച് ഞാൻ പറഞ്ഞു, ഇന്നും ഓർക്കുന്നു, നിങ്ങൾ ഒരു വീടിനെ ഉന്നം വെച്ചാണ് ആരാധിക്കുന്നതെങ്കിൽ നിങ്ങൾ ആരാ? വിഗ്രഹാരാധിയ. കാരണം ഇന്ന് നമ്മൾ വായിച്ചു, ദ്രവ്യാഗ്രഹി എന്ന വായിച്ചില്ലേ? എഫേസ്യ ലേഖനത്തിൽ തന്നെ വായിച്ചേ, ദുർനടപ്പുകാരൻ, അശുദ്ധൻ, ദ്രവ്യാഗ്രഹിയായ വിഗ്രഹാരാധി, അല്ലെ? അല്ല, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പറയുക, നിങ്ങൾക്ക് വീട് കർത്താവ് തരാൻ പോകുന്നു, കൈയടിച്ചോ, ആരാധിക്ക്. നിങ്ങൾ അതിനാണ് ആരാധിക്കുന്നത് എങ്കിൽ നിങ്ങൾ ആരാ? വിഗ്രഹാരാധിയ. കാരണം ഒരു കാര്യം നമ്മൾ ഉന്നം വെച്ചിരിക്കുക, നമ്മൾ ആരാധിക്കുമ്പോൾ എന്ത് ചെയ്യണം? വീട് കിട്ടണം. നിങ്ങൾ ഇന്ന് ആരാധിച്ചോ? സൈക്കിളെ വന്നവരെ ഒക്കെ ഇപ്പൊ ഞാൻ സ്കൂട്ടറെ കയറ്റി വിടാൻ പോവാ, കേട്ടില്ലേ? അത് സ്കൂട്ടറെ വന്നവരെയൊക്കെ ഞാൻ കാറെ കയറ്റി വിടാൻ പോവാ, കേട്ടിട്ടില്ലേ? എന്നിട്ട് നിങ്ങൾ ആരാധിക്കുക. നിന്നെ പോലെ വിഗ്രഹാരാധി വേറെ ഇല്ലെന്ന് ദൈവവചനം പറയുന്നു. മനസ്സിലായോ? നമ്മൾ ആരാധിക്കുന്നത് എന്തിനാ ആരാധിക്കുന്നു? അതുകൊണ്ട് അറിയാണ് എന്തിനാ ആരാധിക്കുന്നു. എന്താ ആരാധന എന്ന് പറയാം. ഞാൻ ഇവിടെ പഠിപ്പിച്ചത് എന്താ ആരാധന? എന്താ പറയാ ആരാധന? ഓർമ്മയുണ്ടോ? ഞാൻ അബ്രഹാമിന്റെ കാര്യമൊക്കെ എടുത്ത് ഞാൻ പറഞ്ഞത് ആരാധന എന്നാ? യെസ്, കേട്ടോ, ചൊവ്വര മലയാളം അറിയാത്ത വ്യക്തിക്ക് മനസ്സിലായി. നമ്മളെ തന്നെ യാഗമായി കൊടുക്കുന്നതാണ് എന്ത്? ആരാധന. ഞാൻ പറഞ്ഞില്ലേ, അബ്രഹാം ബാല്യക്കാരൻ അവിടെ നിർത്തിയിട്ട് പറഞ്ഞു, ഞാനും ബാലനുമായിട്ട് അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് എന്ത് ചെയ്യാം? മടങ്ങി വരാം. അങ്ങനല്ല പറഞ്ഞേ. പോയത് എന്തിനാ? യാഗം കഴിക്കാൻ. പറഞ്ഞതന്നെ അല്ല, ആരാധനയ്ക്ക് പോവാം. ആരാധന കഴിച്ച് മടങ്ങി വരാം. ഈ ആരാധന എന്ന് പറയുന്നത് ആർക്കുള്ളതാണെന്ന് ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം പറയാം. ഈ ആരാധനാ സമയത്തിന് മുമ്പേ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? വന്നിരിക്കണം. കാരണം എന്താണെന്നറിയാം? ഈ ആരാധന ആർക്കുള്ളോ? അപ്പൊ ദൈവത്തിന് കൊടുക്കാനുള്ള സമയത്ത് നമ്മൾ എവിടെ ഇല്ല? നമ്മളിവിടെ ഇല്ല. ഞാൻ ഈ ലേറ്റായിട്ട് വരുന്നവരോടായി പറയുന്നത്. എന്റെ സഭയോട് എനിക്ക് പറയാമല്ലോ. നേരത്തെ റോഹിച്ചാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും കൂടെ ഉള്ളതല്ല, ഇവിടെ ഉള്ളവർക്ക് ഇത് പറയുന്നത്. അതൂതാ. ഇത് കർത്താവിനോട് ഇപ്പൊ സംസാരിച്ചു ഒന്നുമല്ല, നിങ്ങളോട് പറയേണ്ട കാര്യമാണ്. എന്താണെന്നറിയോ? നമ്മൾ ഞാൻ ഇവിടെ എപ്പോഴും പറയും, രണ്ട് കാര്യം നമ്മുടെ ആരാധന, നമ്മുടെ ഈ കൂടിവരവിൽ നടക്കും. ഒന്ന് ആരാധന, രണ്ട് ദൈവവചന കേൾവി. ഈ ആരാധന ആർക്കുള്ളതാണ്? ദൈവത്തിനുള്ളത്. ദൈവവചനം ആർക്കുള്ളതാണ്? നമുക്കുള്ളത്. ഈ കർത്താവിന് കൊടുത്ത, അതാ പൗലോസ് പറഞ്ഞ, കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചേരുകയും ചെയ്യുന്നത്. അപ്പൊ നോക്കിയേ, നമ്മൾ കർത്താവിന് കൊടുക്കാനുള്ള സമയമാണ് ഏത്? നമ്മെ തന്നെ കൊടുക്കുന്ന സമയമാണ് ഏത്? ആരാധന. ആ സമയത്ത് നമ്മൾ ഇവിടെ ഇല്ലെങ്കിൽ കർത്താവിന് കൊടുക്കാനുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? കൊടുത്തിട്ടില്ല. ഈ കർത്താവിന് കൊടുക്കാതെ
കൊടുക്കാനാന്നും പറഞ്ഞ് വന്നത് പോക്കറ്റ് വെച്ചോണ്ട് തിരിച്ചു പോയാൽ നമ്മുടെ പേരെന്നാ? പറഞ്ഞിട്ട് എളുപ്പം. ഒരാൾക്ക് കൊടുക്കാൻ ഒരു സാധനം തന്നു വിട്ടു, ജസ്റ്റിന് കൊടുക്കാൻ ചോദിച്ചാൽ എൻ്റെ കയ്യിൽ 50 രൂപ തന്നു വിട്ടിട്ട് പറഞ്ഞു ഇത് ജസ്റ്റിന് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാനത് കൊടുക്കാതെ എൻ്റെ പോക്കറ്റിൽ വെച്ചോണ്ട് പോയാൽ എൻ്റെ പേരെന്നാ? അപ്പൊ നമ്മൾ ഈ ആരാധന കൊടുക്കാതെ കൊടുത്ത് തിരിച്ചു പോയാൽ നമ്മൾ ആരാ? വരാൻ താമസ കാര്യമാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ദൈവത്തിന് കൊടുക്കാൻ, നമ്മെ തന്നെ കൊടുക്കാനുള്ള സമയമേത്? ആരാധന. എന്നെ തന്നെ യാഗമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ആ സമയത്ത് നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന വഴിക്ക് റോഹിച്ചാനോട് ചോദിച്ചു, റോഹിച്ചാൻ എവിടെ പോവാ? റോഹിച്ചാൻ പറഞ്ഞു ആരാധനയ്ക്ക് പോവാ. ഇവിടെ വന്ന് കൊടുത്തോ? ഇല്ല, അത് പോക്കറ്റിൽ ഇരിക്കുക. ഏത് കൊടുക്കാനുള്ള? അവിടെ പറഞ്ഞ എന്നാ? ആരാധനയ്ക്ക് പോവാ, ഇവിടെ വന്ന് കൊടുത്തുമില്ല. അപ്പൊ റോഹിച്ചാന്റെ പേരെന്നാ? അല്ല, അവരതേ പറഞ്ഞ, ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ ഇച്ചിരി ഉദാഹരണ സഹിതം പറഞ്ഞത്. ആരാധന ദൈവത്തിന് കൊടുക്കാനുള്ളതാ. അത് കൊടുക്കേണ്ട സമയത്ത് നമ്മൾ ഇവിടെ ഇല്ല. നമുക്ക് ആകെ വേണ്ടത് കർത്താവ് ഇങ്ങോട്ട് വല്ലതും കിട്ടുമെങ്കിൽ അത് മാത്രം മതി. നമുക്ക് വൺ വേ പ്രോഗ്രാമാണ് നമുക്കിഷ്ടം. കർത്താവ് നമ്മളോടൊന്നും ചോദിക്കരുത്, നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്നതൊക്കെ കർത്താവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ എന്ത് ചോദിച്ചാലും കർത്താവ് എന്ത് ചെയ്യണം? കാരണം അതിന് വാക്യമുണ്ടല്ലോ, സ്വർഗത്തിന്റെ കിളിവാതിലുകൾ തുറന്നു. നമ്മളെല്ലാത്തിനും വേണ്ടുന്നിടത്തും വേണ്ടാത്തിടത്തും എല്ലാം വാക്യം എടുത്തെത്തി സ്ഥാപിക്കും. സ്വർഗത്തിന്റെ കിളിവാതിൽ നമുക്ക് വേണ്ടി തുറക്കും. ഇതെപ്പോഴാ തുറക്കുന്നതെന്നോ ആർക്ക് വേണ്ടിയാ തുറന്നത് ഒന്നും നമുക്ക് എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. നോക്കിക്കേ, ആരാധന എന്ന് പറയുന്നത് കർത്താവിന് കൊടുക്കാനുള്ളതാണ്. അല്ലാതെ വീട് ഉന്നം വെച്ച് കൈയടിക്കുന്നതല്ല ആരാധന. കാർ ഉന്നം വെച്ച് കൈയടിച്ച് അന്യഭാഷ പറയുന്നതല്ല ആരാധന. സൈക്കിളെ വന്നവനെ സ്കൂട്ടറെ കയറ്റി വിടുന്ന പരിപാടി അല്ല ആരാധന. സ്കൂട്ടറെ വന്നവനെ കാറെ കയറ്റി വിടുന്നതല്ല ആരാധന. ആരാധന ദൈവത്തിനുള്ളതാണ്. മനസ്സിലായോ? ദൈവത്തിന് കാറും സ്കൂട്ടറും ഒന്നും വേണ്ട. മനസ്സിലായോ? ദൈവത്തിന് നമ്മുടെ ആരാധനയാണ് ആവശ്യം. ദൈവത്തെ നമ്മൾ വായിക്കുന്നു, സ്തുതികളിന്മേൽ വസിക്കുന്നവൻ, ആരാധനയ്ക്ക് യോഗ്യൻ. അപ്പൊ ഇത് ആർക്കാ കൊടുക്കേണ്ടത്? കർത്താവിന് നമ്മൾ കൊടുക്കണം. ഇത് കർത്താവിന് കൊടുക്കാൻ പോവാന്നും പറഞ്ഞ് പോയിട്ട് കൊടുക്കാതിരുന്നാൽ നാം ദൈവസന്നിധിയിൽ കള്ളൻ. മനസ്സിലായോ? ഞാൻ പറഞ്ഞത് 10 മണിക്ക് നമ്മുടെ ആരാധന തുടങ്ങുമ്പോൾ നമ്മൾ 10 മണിക്ക് എവിടെ എത്തണം? ദൈവത്തിന് കൊടുക്കാൻ, ആരാധന കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്തോണം? വന്നോണം. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഇവിടെ പറയുന്നു, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോൾ കർത്താവ് നമ്മുടെ മേൽ പ്രകാശിച്ചത് കൊണ്ട് നമ്മൾ ആരായിട്ട് മാറി? പ്രകാശമുള്ളവരായിട്ട് മാറി. ദൈവമക്കളെ, ഈ പ്രകാശത്തിൽ നിലനിൽക്കാനിടയായി തീരണം. കർത്താവ് അതാ ആഗ്രഹിക്കുന്നത്. മനസ്സിലായോ? അല്ല നമ്മൾ വന്ന് കുറെ കൈയടിച്ചു, നമ്മൾ കുറെ ഉറക്ക പാട്ട് പാടി പോകുന്നതൊന്നും അല്ല കർത്താവ് പ്രസാദിക്കുന്നത്. കർത്താവ് നമ്മിലാണ് പ്രസാദിക്കേണ്ടത്, നമ്മിലാണ് ഉണർവുണ്ടാകേണ്ടത്. അതുണ്ടാകുവാനിടയായി തീരണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ